ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ. ചേട്ടന്മാർ രണ്ടുപേരും ഒന്ന് അടിയിലോട്ട് കയറിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലെ പ്ലേറ്റ് ആണേ. അപ്പോൾ അതേ ജാക്കിയൊക്കെ വെച്ച് പൊക്കിയിട്ടുണ്ടേ. പൊക്കിയിട്ട് നമ്മുടെ ഒരു പ്ലേറ്റ് ഊരി നേരെ ചേട്ടന്മാർ പുറത്തെടുക്കുവാണേ. അങ്ങനെ പുറത്തെടുത്തതിന് ശേഷം അവരുടെ വണ്ടിയിലോട്ട് എടുത്ത് കയറ്റുവാണേ. ഇനിയിപ്പോൾ ആ പ്ലേറ്റൊക്കെ റിമൂവ് ചെയ്തെല്ലാം അടിച്ച് സെറ്റാക്കി വേണം കിട്ടാനേ. അപ്പോൾ നമ്മുടെ റിക്വയർമെൻ്റ് ഒക്കെ നമ്മൾ ചേട്ടന്മാരോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നേരെ താൽ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടേ. താൽ കിച്ചണിൽ നല്ല കിട്ടുന്ന ഫുഡാണ് കേട്ടോ. നേരെ നമ്മളിവിടെ വന്നിട്ട് ഓരോ ചായയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ചിട്ട് അങ്ങനെ അധികം താമസിക്കാൻ നമ്മുടെ ഫുഡും കിട്ടിയേ. അതെല്ലാം കഴിച്ചിട്ട് നമ്മളവിടെ നേരെ ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരെ വന്നേക്കുന്നത് നേരെ വൈറ്റില മെട്രോ സ്റ്റേഷനിലേക്ക് കേട്ടോ. അപ്പോൾ നമുക്കുള്ള മെട്രോ വന്നേ. അപ്പോൾ നമ്മൾ നേരെ മെട്രോ കയറി നേരെ ലുലുവിൻ്റെ എൻട്രിയിലോട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ റോബിൻ ചേട്ടൻ അവിടെ നിന്ന് ഓരോ മുദ്രകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ലുലുവിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്നിട്ട് ആദ്യം കുറച്ച് നേരമൊക്കെ കറങ്ങി കേട്ടോ. അവിടെ എല്ലാം കുറച്ച് നേരം കറങ്ങി അവിടുന്ന് മടിപ്പിടിച്ചപ്പോഴത്തേക്കും ഇറങ്ങാമെന്നുള്ള പ്ലാനായി. അപ്പോൾ നമുക്ക് തിരിച്ച് വിട്ടേക്കാമെന്നുള്ളൊരു പ്ലാനായി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വഴിയൊക്കെ തപ്പി പിടിച്ചതേ തിരിച്ച് വന്നേ. തിരിച്ച് നേരെ ആ മെട്രോയുടെ എൻട്രിയിലേക്ക് തന്നെയാണ് കയറുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എസ്കലേറ്റർ കയറി നമ്മൾ മേളത്തെ ഫ്ലോറിൽ ചെന്നേ. അപ്പോൾ മേളിൽ നിന്നുള്ള എടപ്പള്ളിയുടെ ഒരു സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കുള്ള മെട്രോ വന്നിട്ടുണ്ട്. നേരെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് തന്നെ പോവുകയാണേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ലെഫ്റ്റ് സൈഡിലെ പ്ലേറ്റ് അവർ ഊരുന്നേ ഉള്ളൂ കേട്ടോ. ഊരി കഴിഞ്ഞതേ ഉള്ളായിരുന്നേ. അപ്പോൾ ദേ അടുത്ത് നല്ലൊരു മഴ വന്നു. മഴ വന്നപ്പോഴത്തേക്ക് നമ്മളവിടെ കയറി നിന്നു കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ നേരെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പ്ലേറ്റ് അടിക്കുന്നിടത്തോട്ട് പോകാൻ തീരുമാനിച്ചേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത് ആ ചേട്ടന്മാർ ഇത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ. നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല കേട്ടോ ഈ കാണുന്നത്. പുറമേ നോക്കുമ്പോൾ ഇച്ചിരി സിമ്പിളായിരിക്കും, പക്ഷേ ചുമ്മാ അടിച്ചാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ചേട്ടന്മാർക്കൊക്കെ എൻ്റെ പ്രായമുണ്ട് കേട്ടോ, അവരുടെ എക്സ്പീരിയൻസിന് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ മഴയൊന്നും വക വെക്കാതെ നമുക്ക് വേണ്ടി നിന്ന് പണിയുവാണേ. അപ്പോൾ ഇരിക്കുന്ന ബാക്കി പ്ലേറ്റ് കൂടെ ഇരുന്ന് ചേട്ടന്മാർ നല്ലപോലെ ഇരുന്ന് അടിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. നല്ല പണിയുണ്ട്, അത്യാവശ്യം നല്ല കഷ്ടപ്പാട് തന്നെയുണ്ട് കേട്ടോ ഈ ജോലിക്ക്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് പോലായി. അങ്ങനെ ആ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി നമ്മുടെ ഒരു കാപ്പ് കുടിക്കാൻ വന്നേ. അങ്ങനെ കാപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് നമ്മളെ ചേട്ടന്മാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നേരെ വണ്ടി എടുത്തോട്ട് പോകണേ. നമുക്കിനി വണ്ടിയുടെ അകമൊന്ന് കാണാവേ. ഇതാണ് വണ്ടിയുടെ അകത്തെ കുറച്ച് ലൈറ്റ് ഓണാക്കിയിട്ടുള്ളൂ. നമ്മൾ മെയിൻ റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ലൈറ്റൊന്നും ഓണാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. ഇൻറ്റീരിയറിലെ കുറച്ച് ലൈറ്റ് വർക്ക്സാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക്സ് ഫുള്ള് ചെയ്തേക്കുന്നത് സലാംസിലാണ് കേട്ടോ, കൊല്ലത്തുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു കഴിഞ്ഞ് നേരെ കടുത്തുത്തിയുള്ളൊരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറി. അവിടുന്ന് നമ്മൾ നേരെ സമയം പോകൊണ്ട് വെട്ടടിച്ച് പോരുമായിരുന്നേ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി എല്ലാവരും ഷെഡിൻ്റെ അവിടെ കറക്റ്റ് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് വണ്ടിയുടെ കുറച്ച് വീഡിയോസ് കാണാവേ. അങ്ങനെ നമ്മൾ നേരെ ചെക്കനെ ഷെഡിലോട്ട് കയറ്റാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെഡിൻ്റെ പേര് വരുന്നത് നിഴൽക്കോട്ട എന്നാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ അത് അങ്ങനെ ഫൈനലി നമ്മുടെ റോബിൻ ചേട്ടൻ തിരിച്ച് ഷെഡിലോട്ട് നമ്മുടെ വണ്ടി കയറ്റിട്ടുണ്ടേ. അടിപൊളി മെയിൻ ബോർഡൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ 3 വണ്ടി ഷെഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാവേ. ബൈ.